ഇത്രയേറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൃപാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഒഴുകാൻ വേണ്ടി ലഭിക്കാൻ വേണ്ടി നമുക്കിന്ന് വചനം കേട്ട് ഒരുങ്ങാം. ബത്സയിദ കുളക്കരയിൽ കിടക്കുന്നവൻ അവൻ്റെ മുമ്പിൽ അവിടെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും സംഭവിക്കുന്നത് കാണാൻ പറ്റും. ആ കുളം ദൈവദൂതൻ വന്ന് ഇളക്കുന്നു കാണാൻ. പക്ഷേ ഇവൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അവൻ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം ഒരു തളർവാദ രോഗമാണ്. ഏതോ ഒരു തിന്മയിൽ തളർന്ന് കിടക്കണം. ഏതോ ഒന്നിനെ അവന് മുറുകെ പിടിച്ചൊരു കട്ടിലോ ജീവിതമോ സുഖമോ പണമോ പേരോ ചില ബന്ധങ്ങളോ ചില പാപസുഖങ്ങളോ മദ്യപാനോ പുകവലിയോ മയക്കുമരുന്നോ വ്യഭിചാരമോ പ്ലേച്ച ചിത്രങ്ങളോ ചില ഫോൺ ബന്ധങ്ങളോ ചില വ്യക്തിബന്ധം അത് കിടക്കുന്നത് കൊണ്ട് ഇവനെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എവിടെയോ അവൻ തളർന്ന് കിടക്കാൻ, അവിടെ അവൻ ജീവിതം വെച്ചിരിക്കുക. അപ്പം അതുകൊണ്ട് അവൻ്റെ മുമ്പിലുള്ള കൃപയിലേക്ക് അവൻ അടുക്കാൻ പറ്റാത്ത, കാരണം അത് ഉപേക്ഷിക്കാൻ അവൻ തയ്യാറല്ല. അവന്. അപ്പം അതാണ് അവൻ്റെ തളർന്ന് കിടക്കുന്ന കാരണം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കേൾക്കുന്ന ആലയത്തിലും സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുമ്പോഴും നമ്മൾക്ക് ദൈവാനുഭവം പലപ്പോഴും കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം എവിടെയോ ഞാൻ കിടക്കുകയാണ്, നന്നായിട്ട് കിടന്നുറങ്ങുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പം അതിൻ്റെ 38 വർഷം തളർന്നു കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ മുമ്പിലേക്ക് ഉള്ള ആ ദൈവസാന്നിധ്യത്തിലേക്ക് അടുത്ത് വരെ ഒരു ശവനേക്കാലം തളർവാദ രോഗികൾ അവിടെ എത്തിയിട്ട് അവരൊക്കെ സൗഖ്യപ്പെട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ടാകാം. പക്ഷെ എന്തുകൊണ്ട് ഇവൻ അവിടെ കിടക്കുന്നു? ഇവൻ അതിനോട് ഒരുപക്ഷെ അതിനോടൊക്കെ അവനൊരു കാര്യം കുറ്റമൊക്കെ പറയുന്നുണ്ട്, അവനെതിരെ പറയുന്നുണ്ട്, എന്നെ സഹായിക്കാൻ ആരുമില്ല, പല പല കാരണം പറയും. ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ എവിടെയോ കിടക്കുക. അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല, അത് കളയാൻ തയ്യാറല്ല. ചില തഴക്കദോഷങ്ങൾ, കുറ്റപര സ്വഭാവങ്ങൾ, പാപകരമായ സ്വഭാവങ്ങൾ അതൊന്നും ഉപേക്ഷിക്കാൻ തയ്യാറല്ല വ്യക്തി. തയ്യാറല്ലാത്തതുകൊണ്ട് ആ വ്യക്തിയുടെ മുമ്പിൽ നടക്കുന്ന ദൈവാനുഭവങ്ങളെ സ്വന്തമാക്കാനും ആ വ്യക്തിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു മാനസാന്തരത്തിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുക, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 15 മുതൽ 20 വരെയുള്ള വചനം ചെന്ന് വായിക്കുകയാണ്. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവന് മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിൻ്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിൻ്റെ സഹോദരനോട് നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2-3 സാക്ഷികൾ 1-2 ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോകുക. അവൻ അവരെ അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെ പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുന്ന ഏറ്റവും വലിയൊരു വചനം എന്നാ വെച്ചാൽ, വളരെ പവർഫുള്ളായ വചനം വെച്ചാൽ, നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അടിക്കും. ഇത് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെച്ചാണ് പരിശുദ്ധമായ വചനം തരുന്നത്. അതായത് നീ ചില ആളുകളുമായിട്ട് ചില കെട്ടിയിട്ടിട്ടുണ്ട്, അതിനോട് മിണ്ടില്ല, ഇന്നാൾ സംസാരിക്കില്ല, ഇതിനോട് പണം. അപ്പോൾ ആ കെട്ട് നീ അഴിക്കണം, നീ ആ വ്യക്തിയോട് ക്ഷമിക്കണം. ചിലക്ക് നമ്മൾ കൊടുക്കില്ല, ചെയ്യേണ്ട കടമകൾ ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ചില മുറുകപ്പെടുക, അഡമൻ്റായിട്ടുള്ള ചില തീരുമാനം എടുത്തിരിക്കുക. അപ്പോൾ അത് കെട്ടിയിട്ടിരിക്കുക, നീ അവിടെ അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ ഒരുപാട് പ്രശ്നങ്ങൾ അഴിയണം നിനക്ക് ആഗ്രഹമുണ്ട്. നിൻ്റെ പ്രശ്നത്തിൽ പലതും അഴിയണം. നിൻ്റെ ജോലി മേഖല തടസ്സങ്ങൾ മാറണം, നിൻ്റെ സാമ്പത്തിക മേഖല തടസ്സങ്ങൾ മാറണം, നിൻ്റെ മക്കളുടെ പ്രശ്നം മാറണം, വിവാഹ പ്രശ്നങ്ങൾ മാറണം, നിനക്ക് ജീവിതത്തിന് മുന്നോട്ട് പോകണം, ആത്മീയമായിട്ട് വളർച്ച കൊണ്ടുവരണം, വിശ്വാസത്തിൽ വളരണം, ദൈവാനുഭവത്തിൽ. പക്ഷേ ഇപ്പോഴത്തെ നീ ഒരു കെട്ടിയിട്ടുണ്ട്, നീ 1.5 കെട്ട്. അതായത് പല ആളുകളെ നീ ബന്ധിച്ചിട്ടുണ്ട്, നിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ അത് വെറുത്ത് നീ മാറ്റിവെച്ചിട്ടുണ്ട്, ചിലതിനും ദുരുപയോഗിക്കുന്നുണ്ട്, ചിലപ്പോൾ നീ ചിലരെ നശിപ്പിച്ച് ചിലർ അനീതി കാണിക്കുന്നുണ്ട്, അക്രമങ്ങൾ. അപ്പം ആ കെട്ട് കിടപ്പുണ്ട്. ആ കെട്ടഴിച്ചാലേ ഈ കെട്ടഴിയുള്ളൂ എന്ന് കർത്താവ് പറയും. അത് ശരിക്കൊരു ഡെലിവറൻസിൻ്റെ വലിയൊരു വചനം. ആ കെട്ടഴിച്ചാലേ ഈ കെട്ടഴിയത്തുള്ളൂ, ആ പാവം ഉപേക്ഷിച്ചാലേ ഈ തിന്മ നിന്നെ വിട്ടുപോകുള്ളൂ, ആ ഒരു ബന്ധം ഉപേക്ഷിച്ചാലേ ഈ ബന്ധനം അഴിയത്തുള്ളൂ. ഈ ചില ആളുകൾ നീ പരിഹസിക്കാറുണ്ട്, ആ പരിഹാസം നിർത്തിയാൽ നിനക്കെതിരെയുള്ള പരിഹാസം നിൽക്കുകയുള്ളൂ. ഇത് ആ വ്യക്തിക്ക് ചിലപ്പോൾ നിൻ്റെ അയൽക്കാരാകാം, നിൻ്റെ മാതാപിതാക്കളോടാകാം, നിൻ്റെ മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോടാകാം. ഇത് ചില തീരുമാനം പാപകരം. ഒരുപക്ഷെ നീ അവരെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരെ വളർച്ച, അവരെ ഉയർച്ച, ആത്മീയ ജീവിതം, ഭൗതിക വളർച്ച, വിശ്വാസ വളർച്ച, വിശുദ്ധിയിലുള്ള വളർച്ചയെ നീ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് നിനക്ക് വരുന്നത് കാണാൻ പറ്റുമേ.
അപ്പോൾ ഈ കെട്ടഴിയണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയൊരു മാനസാന്തരം, വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നീ കർത്താവിലേക്ക് തിരിച്ചു വരിക, ഈശോയിലേക്ക് തിരിച്ചു വരിക. അത് മാത്രമാണെന്നുള്ള ഒരേ ഒരു ഭാവം വഴി അതാണ്. അപ്പോൾ ഇവിടെ ഈശോ പറയാണ്, ആ കെട്ടഴിക്കുമ്പോൾ ഈ കെട്ടഴിയുന്നു, ഈ ബന്ധനം അഴിക്കുമ്പോൾ ഈ ബന്ധനം അഴിയുന്നു. അങ്ങനെ അഴിയുമ്പോഴാണ് നമ്മൾ ബന്ധനം അഴിഞ്ഞ് നമ്മൾ പുറത്തു വരിക, പരിശുദ്ധാത്മാവിൻ്റെ മക്കളായിട്ട്, ദൈവകൃപയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുക. നമുക്കൊരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ, ആരാധന ആരാധന ആരാധന, സ്തുതിക്കുന്നു, സ്തോത്രം. അതുപോലെ ബന്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ബന്ധിക്കുക, ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്. അപ്പോൾ നിങ്ങൾ ഭൂമി കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. അങ്ങനെ പറഞ്ഞെടുത്ത് അതൊരു ആത്മീയ അധികാരങ്ങളുടെ ഉപയോഗം മാത്രമായിട്ടല്ല പറയുന്നത്. നീ സഹോദരങ്ങളോട്, നിൻ്റെ ചുറ്റുമുള്ള നിൻ്റെ മാതാപിതാക്കളോട് ചില കെട്ടുകളുണ്ട്, നീ ചില തീരുമാനം, ചില സഹായിക്കാൻ നീ അവരെ പൂട്ടിയിട്ടിരിക്കുക, പല വിധത്തെ ഉപദ്രവിക്കുന്നുണ്ട്, പല ആളെ പീഡിപ്പിച്ച്, ചില ക്ഷമിച്ചിട്ട്, പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞ ക്ഷമയുടെ മേഖലയാണ്. നീ നിൻ്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ക്ഷമിക്കില്ല. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 18:35 വചനം. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ഇതന്നെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും മർക്കോസ് സുവിശേഷത്തിൻ്റെ 11 അധ്യായത്തിലും കാണാൻ പറ്റും. അത്ഭുതങ്ങളും രോഗശാന്തികളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചില വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ കെട്ട് അഴിക്കണം. നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, നമ്മൾ ക്ഷമ കൊടുക്കണം. അല്ല നടക്കുന്നതുകൊണ്ട് അതാണ് പാറ പോലെക്കുന്ന ഹൃദയങ്ങൾ ഇന്ന് കൂടുന്നുണ്ട്. ദൈവവചനം കേട്ട് തഴമ്പിച്ച ജീവിതങ്ങളുണ്ട്. അവർക്കൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്ന് വെച്ചാൽ അവർക്ക് വചനത്തിനായിട്ട് ഹൃദയം തുറക്കാൻ പറ്റില്ല. അവർ ചിരിച്ച് കളിച്ച് സോപ്പിട്ടവർ കാര്യങ്ങൾ കൊണ്ടുപോകും. അവർ പെട്ടെന്ന് അവരുടെ മുഖത്തുള്ള പ്രശ്നം, ഉള്ളിലെ പ്രശ്നം അവർ കാണിക്കാതെ മുഖത്തൊരു ചിരികളിയൊക്കെ നടത്തി അവർ പെട്ടെന്ന് നമ്മുടെ അടുത്ത് തടിതപ്പെന്ന് കാണാൻ പറ്റുമേ, കണ്ണിൽ പൊടിയിടുന്ന ഒത്തിരി ജീവിതം. പക്ഷെ അതുകൊണ്ടൊന്നും അവൻ്റെ പ്രശ്നം, അവൻ ദൈവത്തെ സ്നേഹി, അവൻ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഓട്ടത്തില്ല. മർക്കോസ് സുവിശേഷത്തിൻ്റെ 11 അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെ വചനം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ വലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കും, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ശരിക്കും ഇവിടെ ദൈവാനുഗ്രഹങ്ങൾ ഒഴുകണമെങ്കിൽ തെറ്റുകൾ ക്ഷമിക്കപ്പെടണം. തെറ്റുകൾ, നിൻ്റെ തെറ്റ്, ദൈവത്തിനെതിരെ, സഹോദരങ്ങൾക്കെതിരെ വാക്കാലും വിചാരത്തിലൊക്കെ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കപ്പെടണം. പക്ഷെ അത് ക്ഷമിക്കപ്പെടണമെങ്കിൽ വലിയൊരു അനുതാപം ഉണ്ടാകണം, വലിയൊരു മാനസാന്തരം ഉണ്ടാകണം, വലിയ ചേഞ്ച് നിൻ്റെ ജീവിതത്തിലുണ്ടാകണം. നീ പൂർണ്ണമായും ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് നീ മാറി നിൽക്കണം. എങ്കിൽ മാത്രമേ ആ കൃപ നിനക്ക് അനുഭവിക്കാനും സ്വന്തമാക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായി സൗഖ്യം സംഭവിക്കട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ഉള്ളിൽ ഏറ്റവും കൊണ്ട് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടണമെങ്കിൽ ക്ഷമിക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ കറണ്ട് ഈശോ പറയുക ഡെലിവറൻസിൻ്റെ മേഖല, വിടുതല കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എലമെൻ്റ് ഓഫ് ഫോർഗീവ്നെസ് ആണ്. അതായത് നമ്മൾ മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ഉള്ളിലുള്ള വെറുപ്പ്, വിദ്വേഷം, പക, അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ശത്രുവാണ് പിശാച്. വെറുപ്പും വിദ്വേഷം എവിടെയെല്ലാം ഹൃദയത്തിലുണ്ട് അവിടെയെല്ലാം പിശാചിൻ്റെ മേഖലയുണ്ട്. നിന്നെ വഞ്ചിച്ച വ്യക്തിയാണ്, നിന്നെ നശിപ്പിച്ച വ്യക്തിയാണ്, നിന്റെ ജീവിതത്തിൻ്റെ നാശം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ നിൻ്റെ ചുറ്റും കാണും. അപ്പം അങ്ങനെയാണ് നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പ്. ആ വെറുപ്പിൻ്റെ മേഖലയിലേക്ക് പൈശാചിക ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് കൃപയിലേക്ക് വരാൻ പറ്റുക, അഭിഷേകത്തേക്ക് വരാൻ പറ്റും, നിൻ്റെ തടസ്സം മാറും, നിൻ്റെ ബന്ധനം ഒഴിയാത്ത. അപ്പോൾ നീ ഇവിടെ ചെയ്യേണ്ടത്, നീ എല്ലാവരോടും നിരുപാധികം ക്ഷമിക്കണം, ക്ഷമ ചോദിക്കണം. നിന്നെ പീഡിപ്പിച്ചവർ, നിന്നെ നശിപ്പിച്ചവർ, നിന്നെ നാശം കാണാൻ ആഗ്രഹിച്ചവർ, നിന്നെ ഉപദ്രവിച്ചവർ, അങ്ങനെയുള്ള മുഴുവൻ ആൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തുറക്കുക. അപ്പോൾ അഭിഷേകം കിട്ടുക. അതായത് വെളിപാട് പുസ്തകം 3:20 പറഞ്ഞിട്ടുള്ളതുപോലെ ആ വചനം, അതായത് വീണ്ടും അച്ഛൻ ആവർത്തിക്കുക. അതായത് ഈശോ പറയുകയാണ്, ആരെങ്കിലും, അതായത് എൻ്റെ വാക്ക് കേട്ട് വാതിൽ തുറന്നു നിന്ന്, അതായത് ഞാൻ വാതിൽ മുട്ടുന്നു, എല്ലാവരുടെയും ഹൃദയം മുട്ടുക. അപ്പോൾ മുട്ടുന്നത് എങ്ങനെ? വചനം കൊണ്ടാണ് മുട്ടുന്നത്, ദൈവവചനം കൊണ്ടാണ് മുട്ടുന്നത്. അപ്പം ആരെങ്കിലും, അവിടെ പറയുന്നുണ്ട്, ആരെങ്കിലും ഹൃദയം തുറന്നു കൊടുത്ത്, ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം, വചനം കേട്ട്, വചനം സ്വീകരിച്ച് ഹൃദയം തുറന്നാൽ ഞാൻ അവരുടെ ഉള്ളിലോട്ട് പ്രവേശിക്കും. അപ്പോൾ ഉള്ളിലോട്ട് അഭിഷേകം കയറാത്തതിൻ്റെ കാരണം ഇതുവരെയായിട്ട് കേൾക്കുന്നല്ലാതെ
അത് തുറക്കുന്നില്ല. ചിലരുണ്ട് വചനം കേട്ടിട്ട് സംശയം, തുറക്കണോ വേണ്ടയോ, വേണോ വേണ്ടയോ, അപ്പം അങ്ങനെയൊക്കെ എത്തിക്കുന്ന അനുഭവം പരിശുദ്ധാത്മാവിൽ നിറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് വലിയൊരു മാനസാന്തരം, വലിയൊരു സൗഖ്യം, വലിയൊരു വിടുതൽ നമ്മൾ സംഭവിക്കാനായിട്ട് നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വലിയൊരു മനസ്സാന്തരത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധി കരയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ അനേകം മക്കളുടെ ഹൃദയങ്ങളിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കുക. പൈശാചിക ശക്തികൾ വിട്ടുപോട്ടെ. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ബന്ധനങ്ങൾ കെട്ടുകളഴിയട്ടെ. വെറുപ്പ്, വിദ്വേഷങ്ങൾ, അപ്പനും അമ്മയോടുള്ള വെറുപ്പ്, അമ്മയ്ക്ക് അപ്പനോടുള്ള വെറുപ്പ്, മാതാപിതാക്കൾ മക്കളോട് വെറുപ്പ്, മക്കൾക്ക് മാതാപിതാക്കളുടെ വെറുപ്പ്, ഇത് കൂടുകയാണ്. ഈ വെറുപ്പ് കൂടുന്നതുകൊണ്ടാണ് മനുഷ്യൻ ഒരുപാട് മ്ലേച്ഛ പാപങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ആ ഒരു തിന്മ, ആ ഒരു പൈശാചിക ശക്തി എല്ലാം കയറി വരും. വെറുപ്പും വിദ്വേഷമുള്ള ഹൃദയങ്ങളിൽ പിശാചിൻ്റെ ഒരു കൂടാരമായിട്ട് മാറും, ഗുഹയായിട്ട് മാറും അത്. അപ്പം അവിടെ എല്ലാ തിന്മയും അവിടെ നടക്കും, എല്ലാ തിന്മയും നടക്കും. അവന് യാതൊരു മാറ്റവും ഇല്ലത്. സകല തിന്മയും അവിടെ കയറി വരും. വെറുപ്പും വിദ്വേഷമുള്ളവനിൽ സകല പാപത്തിന് അവിടെ സാഹചര്യമുണ്ട് അവിടെ. കാരണം അവന് അതല്ലാതെ പാപം കൊണ്ടാണ് അവന് പല സങ്കടങ്ങളെ അതിജീവിക്കുന്നത്. പല വെറുപ്പും വിദ്വേഷമുള്ളവന് എപ്പോഴും ആങ്സൈറ്റി, ആകുലതകൾ, നിരാശ, കുറ്റബോധം, അസ്വസ്ഥത ഒക്കെ വരും. അപ്പം അതിനെ അവന് അതിജീവിക്കുന്ന എപ്പോഴും പാപം കൊണ്ട്, മദ്യം കൊണ്ട്, മറ്റ് തിന്മയുടെ മേഖലകൾ കൊണ്ടൊക്കെയാണ് അവനതിനെ തോൽപ്പിക്കാൻ നോക്കുക. അവൻ്റെ ഉള്ളിൽ അത് കയറി പ്രവർത്തിക്കുന്നത്, ജീവിതം മുഴുവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വലിയൊരു മാനസാന്തരമാണ്, വലിയൊരു വിടുതലാണ് സംഭവിക്കേണ്ടത്, വലിയൊരു ഹോളിനെസ് സംഭവിക്കണം. അപ്പം ആ ഒരു മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, ദൈവസന്നിധി പ്രാർത്ഥിക്കുക, ഹൃദയം തുറക്കുക, പശ്ചാത്തപിക്കുക, ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളോട് ദൈവത്തോട് ക്ഷമ ചോദിക്കുക, ജീവിതം നവീകരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും, കൃപയൊഴുകും, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും, മാനസാന്തരം ഉണ്ടാകും. നമുക്ക് ഈശോ അനുഭവിക്കാൻ പറ്റും. ഈശോ അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരും. വേറൊന്നിനു വേണ്ടിയുള്ള, ഞാൻ പറയും, നിങ്ങൾക്ക് വചനം കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വേറൊന്നും നിങ്ങൾ ആഗ്രഹം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം, അഭിഷേകം നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങും. അപ്പം അതിനുവേണ്ടി ഹൃദയം തുറക്കുക, പ്രാർത്ഥിക്കുക. യാക്കോബ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ 11 മുതൽ 11-12 വചനം വലിയ വചനമാണ്. സഹോദരരെ, നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത്. സഹോദരനെതിരായി സംസാരിക്കുകയും സഹോദരനെ വിധിക്കുകയും ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു. നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം അനുസരിക്കുന്നവനല്ല, മറിച്ച് അതിൻ്റെ വിധികർത്താവത്രേ. അപ്പോൾ അവിടെ പറയാണ്, ശരിക്കും മറ്റുള്ള വിധിക്കുന്നൊരു വ്യക്തി, കുറ്റം പറയുന്നൊരു വ്യക്തി. അപ്പോൾ ആ വ്യക്തിയൊക്കെ ബന്ധനത്തിലാണ്, പൈശാചിക ശക്തിയാണ്. ഒരുപാട് കുറ്റമൊക്കെ പറയുന്ന വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടും. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വചനം, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അതിന് തൊട്ടുമുമ്പ് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവൻ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുക. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ശരിക്കും അർത്ഥം എന്ന് വെച്ചാൽ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ക്ഷമിക്കുക. കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ അവിടെ സൗഖ്യമുണ്ടാകും. ഇന്ന് കുടുംബങ്ങളും യുവാക്കളും യുവതികളൊക്കെ ചിലർക്ക് നശിച്ചു പോകുന്ന പോലത്തെ അവസ്ഥയിലോട്ട് പോകുന്നതിൻ്റെ പിന്നിൽ മുഴുവൻ പകയും വിദ്വേഷവും. അപ്പം അതിങ്ങനെ വിതറിക്കൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന വ്യക്തി മറ്റുള്ളവർക്ക്, ചിലപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും മറ്റ് പല സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് അനേകരെ ഉപദ്രവിക്കുന്ന വ്യക്തികളെല്ലാം പരിശോധിച്ചു. അവിടെ ഉള്ളിൽ മുഴുവൻ വെറുപ്പാണ്. ആരോടൊക്കെയുള്ള പകയും വിദ്വേഷം തീർക്കുക. അപ്പോൾ അവ വേറെ ആരോട് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഏതൊരു സാഹചര്യം കിട്ടിയപ്പോൾ അത് മുഴുവനെ ലോഡ് ഇറക്കുന്ന സ്ഥലമാണ്, ബന്ധനമാണ്, മുഴുവൻ ബന്ധനത്തിലേക്കും. അപ്പോൾ ഇവരെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിലും പൈശാചിക ശക്തികൾ ഒന്ന് കയറും. ഇത് വലിയൊരു മേഖല. അപ്പോൾ ഈ ആത്മീയമായ ഡിസേൺമെൻറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിക്കും, പ്രാർത്ഥിക്കൊണ്ട് മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കർത്താവിൻ്റെ വചനത്തിനായിട്ട് ഹൃദയം തുറന്നു കൊടുക്കുക, അനുദപിക്കുക, പശ്ചാത്തപിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം മുഴുവൻ കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധ പ്രവർത്തിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതലുള്ള വചനം, ശരിക്കും അത് 6 മുതലുള്ള വചനം വായിക്കുകയാണ്. 6, 7, 8, 9 വചനമൊക്കെ ഭയങ്കര പവർഫുള്ളാണ്. ജെറമ്യാ 17-ന്റെ 6 മുതൽ 9 വചനം. അവന് മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, അവന് ഹൃദയഭേദം ഉണ്ടാകുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട
മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. ഉണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുന്നു. അത് ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ അത് വെള്ളത്തിലേക്ക് അത് വേരൂന്നിയിരിക്കുന്നു. അപ്പോൾ അതായത് ശരിക്കും അവൻ്റെ ഹൃദയം ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്, എന്നും അഭിഷേകമാണ്. കാരണം അതിൻ്റെ വേരുകൾ അത് പുഴയിലേക്ക്, ജലാശയത്തിലേക്ക് അതിൻ്റെ വേരുകൾ പാകിയിരിക്കുക. ദൈവത്തിലേക്കാണ് അതാണ് ദൈവഭക്തൻ, ദൈവവചനത്തിലേക്കാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പം അത് എസെക്കിയേൽ 47 പറയുന്ന നദിയിലേക്കാണ് അവൻ്റെ ജീവിതം അവൻ വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്നും അതിൻ്റെ ഇലകൾ പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിൽ ഉത്കണ്ഠയില്ല. ലോകത്തിലെല്ലായിടത്തും വരൾച്ചയുണ്ടാകുമ്പോൾ ഇതിന് വരൾച്ചയുണ്ടാകും, ഉത്കണ്ഠയില്ല. കാരണം ഇത് കരിഞ്ഞു പോകില്ല, ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു. കാരണം അത് ദൈവവചനത്തിലാണത് വേര് പിടിച്ചത്, ജീവജലത്തിലേക്കാണ് അതിൻ്റെ വേരുകൾ അത് പോയിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിലേക്കാണ് അതിൻ്റെ ജീവിതം മുഴുവൻ പോയിരിക്കുന്നത്. അത് ദൈവവചനത്തോട് ബന്ധമുള്ളൂ. അതുകൊണ്ട് ചുറ്റുമുള്ളതൊക്കെ കരിയുമ്പോൾ ഇത് കരിയത്തില്ല. കാരണം ആ പച്ച കാണിക്കുന്ന ദൈവവചനത്തോട് അത്രമാത്രം അത് ബന്ധപ്പെട്ടാണ് അത് ജീവിച്ചുകൊണ്ട് അതിൻ്റെ വേരുകളെപ്പോഴും. കാരണം അത് ആ ചെടി നട്ടിരിക്കുന്ന ആറ്റ് തീരത്താണ്. വേറൊരിടത്തുമല്ല ആ ചെടി വളരുന്നത്, ദൈവാലയത്തിലാണ് വളരുന്നത്, ദൈവവചനത്തിലാണ് വളരുന്നത്. വീണ്ടും വചനം പറയുക, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ വിലകളെന്നും പച്ചയാണ്, വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അതെന്നും ഫലം നൽകിക്കൊണ്ടിരിക്കും. ആ ചെടിയിൽ എന്നും ഫലമുണ്ട്. ചില സമയത്ത് ഫലമുണ്ട്, ചില സമയത്ത് ഫലമില്ലാത്തല്ല, എന്നും ഫലമുള്ള ചെടിയാണത്. ഈ കോവിഡ് കാലമൊക്കെ വരുമ്പോൾ ചിലതൊക്കെ ഉണങ്ങിപ്പോയി. കാരണം അത് നട്ടത് അവിടെയൊന്നും അല്ലെന്നേ, അത് ദൈവവചനത്തിനൊന്നും ബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഒക്കെ പല ആളുകളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ചെടികൾ കരിഞ്ഞു വീഴുന്നത് ഞാൻ കാണുന്നുണ്ട്. കാരണം ദൈവവചനമില്ല. അവരൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര എളിമയും ഭക്തി, പക്ഷേ ദൈവവചനത്തിൽ ബന്ധമില്ല, ദൈവവചനത്തോട് ബന്ധമില്ല, ആഴമേറിയ ബന്ധമില്ല. അതിൻ്റെ വേരുകൾ ജലാശയത്തിലേക്ക് പോയിട്ടില്ല. അത് വേരുകൾ അങ്ങോട്ടല്ല പോയി, വേറെ എങ്ങോട്ടൊക്കെ അതിൻ്റെ വേരുകൾ പോയിരിക്കുന്നത്, വേറെ സാഹചര്യങ്ങളിലേക്ക് അതിൻ്റെ വേരുകൾ പോയിരിക്കുന്നത്, വേറെ പുസ്തകങ്ങളാണ് അതിൻ്റെ വേര് കളിക്കുന്നത്, ചില സയൻസിലാണ് അതിൻ്റെ വേരിരിക്കുന്നത്, ചില പാരമ്പര്യങ്ങളാണ് അതിൻ്റെ വേര് പിടിച്ചിരിക്കുന്നത്, ഒക്കെ കരിഞ്ഞു പോവും. ദൈവവചനത്തിലേക്ക്, ജീവജലത്തിലേക്ക്, പരിശുദ്ധാത്മാവിലേക്ക്, സുവിശേഷത്തിലേക്ക് വേര് പിടിച്ചിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അതാണ് ആറ്റുതീരത്ത് നട്ട ചെടി. അപ്പം അതൊരിക്കലും വാടില്ല, കരിയത്തില്ല, അതെന്നും പച്ചയാക്കി എന്നും അത് ഫലം പുറപ്പെടുവിക്കും. അടുത്ത വചനം പറയുകയാണേ, അതിന് ഉത്കണ്ഠയില്ല, അതെന്നും ഫലം നൽകിക്കൊണ്ടിരിക്കും. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമായ വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവ്, ഞാൻ മനസ്സിനെ പരിശോധിക്കുക, ഹൃദയത്തെ പരിശോധിക്കുക. ഒരു കാര്യം, ഒറ്റ വ്യക്തിയുടെ ഹൃദയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബൈബിൾ പറയും, ദൈവത്തിനല്ലാതെ വേറെ ആർക്കും പറ്റില്ല. പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞാൽ മാത്രം നമുക്കത് മനസ്സിലാക്കാം, അല്ലാതെ വേറെ ഒരു വിധത്തിലും ഒക്കെ മനസ്സിലാക്കാം. ഞാൻ ഇന്ന് ആളുകളിങ്ങനെ ഭാര്യയും ഭർത്താവും മക്കളും കുടുംബങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ അവരിങ്ങനെ കൗൺസിലിംഗ് നടത്തി കഴിയുമ്പം എൻ്റെ പേപ്പറൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വരുവേ. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, ഈ ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളെ അല്ല ഇവരുടെ കൂടെ ഇവരൊക്കെ ആർക്കും ഒരു ആൾക്കാരെ അറിയത്തില്ല, സത്യത്തിൽ അറിയത്തില്ല. അത് പരിശുദ്ധാത്മാവ് കൗൺസിലിങ്ങിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരിക്കുമ്പോൾ അവർക്കത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടും അവർക്കറിയാം. ഒറ്റ വ്യക്തിക്ക് അറിയത്തില്ല. കാരണം അത്രമാത്രം മനുഷ്യൻ ഇന്ന് മൂടുപടങ്ങളിടാൻ പഠിച്ചുപോയി, നന്നായിട്ട് അഭിനയിക്കാൻ പഠിച്ചു. കാപട്യം അവൻ്റെ ജീവിതമായിട്ട് മാറി. ദൈവഭക്തൻ എന്നുള്ള വേഷം പോലും ഇടുന്ന ആൾക്കാരുണ്ട്. ദൈവഭക്തൻ, ഭക്തി ഒക്കെ കാണിക്കുന്ന വേഷം ഇടാൻ പറ്റും. ഏത് വേഷം ഇന്ന് കിട്ടുന്നു, ഏത് വേഷം കിട്ടും. ചില പറയുന്ന പോലെ ഈ ചില മാളുകളിൽ, വലിയ സൂപ്പർ മാർക്കറ്റുകൾ, വലിയ മാൾസിലൊക്കെ ചെന്നില്ല അപ്പനെ അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുമെന്ന് പറയും. ഇപ്പം എന്ന് പറയുന്നില്ലേ, എന്തും കിട്ടുന്ന കാലഘട്ടം, ഏതിനും ഏത് വേഷവും കിട്ടുന്നത്, ആരെ വെള്ളം ഏത് രൂപത്തിൽ വെള്ളം ഇറക്കി തരും. അതൊന്നും ഒറിജിനലല്ല. അതുപോലെ ഉള്ളിൽ വേറെ, പുറമെ എന്ത് ആക്കിയിട്ട് ഏതിൻ്റെയും സംഭവം. അപ്പം അങ്ങനെ ഒരു കാലഘട്ടമാണിത്. അപ്പം കർത്താവ് ഞാൻ ഹൃദയം മറ്റൊന്നിനേക്കാളും കാപട്യമുള്ളതാണ്.
അപ്പം മറ്റെന്തിനേക്കാൾ കാപഠ്യമുള്ളത് ഹൃദയത്തിനാണെന്ന്. ശോചനീയമായ വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ഞാൻ അത് അറിയുന്നു. ദൈവം മാത്രമേ അതറിയുന്നുള്ളൂ, കാണുന്നുള്ളൂ, വേറൊന്നും കാണുന്നില്ല. ശരിക്കും നമ്മുടെ ഹൃദയം ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു മാനസാന്തരത്തിലൂടെ വെറുപ്പ് വിദ്വേഷം കളഞ്ഞിട്ട് ദൈവസന്നിധിയിൽ എളിമയോട് പ്രാർത്ഥിച്ച് വചനം സ്വീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിറയാൻ പറ്റുവേ. ആറ്റുതീരത്ത് നട്ട ചെടി അത് മാത്രമേ അത് വെയിലത്തും മഴയത്തും വരൾച്ച കാലത്തും ചുറ്റുമെല്ലാം കരിഞ്ഞു പോകുമ്പോഴും ഇത് കരിയാതെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും. അതിന് കാരണം അതിൻ്റെ വേരുകൾ അത് ജലാശയത്തിലാണ്. ശരിക്കും പറ്റാത്തൊരു ജലാശയം ഈശോ മാത്രമാണ്. കർത്താവ് ഈശോയിലാണ്, ദൈവവചനമാണ്. ആ വചനത്തിലേക്ക് വേര് പിടിച്ചൊരു ജീവൻ നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. തുടർന്ന സമയത്ത് നടത്തപ്പെടുന്ന ആരാധനയുടെ സമയത്ത് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. വലിയ വിടുതലും സൗഖ്യവും കർത്താവ് തരാൻ പോകുക. അത്ഭുതങ്ങൾ നടക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് ദൈവവചനം ഹൃദയത്തിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃപയല്ലാതൊന്നുമല്ല എൻ്റെ വീണ്ടെടുപ്പിൻ കാരണം, കൃപയാലാണൻ ജീവിതം, അതെന്നാനന്ദം അതിമധുരം. ബലഹീനതയിൽ തികയും ദൈവശക്തിയൻ ആശ്രയമേ. ബലഹീനതയിൽ ദിനവും യേശുവേ ഞാൻ പ്രശംസിച്ചിടും. ജയം ജയം യേശുവിന്, എല്ലാവരും ജയം ജയം കർത്താവിന്, രക്ഷകന് ജയം ജയം രക്ഷകന്. ഹല്ലേലൂയ ജയമെന്നുമേ, ജയം ജയം രക്ഷകന്. ഹല്ലേലൂയ ജയമെന്നുമേ. സ്തുതിക്കുന്ന ആരാധന ആരാധന ആരാധന. അഭിഷേകം ഒഴുകുന്നു, ആശീർവാദമേ. കർത്താവ് ആശീർവദിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ, എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ. ഈ ധ്യാനത്തിൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലെ കൃപയോട്ടെ. കൃപയ്ക്ക് മേൽ കൃപ, കൃപയ്ക്ക് മേൽ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.